ബിഗ് ബോസ് സീസൺ 6 ഫെബ്രുവരി അവസാനമാകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഇതിൻ്റെ ലോഗോ വരാനുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ, കോമണേഴ്സ് പ്രൊമോ, എല്ലാ കാര്യങ്ങളും വരാനുണ്ട്. ഇപ്പോൾ ജാനുവരി 1 വരുമെന്നാണ് കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജാനുവരി 2 ആയിട്ടും ഇതുവരെയും കോമണേഴ്സ് പ്രൊമോയോ അതോടൊപ്പം തന്നെ ലോഗോയോ ഒന്നും തന്നെ വന്നിട്ടില്ല. ലാലേട്ടൻ്റെ പ്രൊമോ പിന്നെ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി 1 വീക്കൊക്കെ ആകുമ്പോഴേക്കൊക്കെ വരുള്ളൂ. പക്ഷേ ലോഗോയും അതോടൊപ്പം തന്നെ കോമണേഴ്സ് പ്രൊമോയും എവിടെ? ഇപ്പോൾ ഇത്രയും കണ്ടസ്റ്റൻസിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള മിക്ക കണ്ടസ്റ്റൻസിൻ്റെയും ഇൻ്റർവ്യൂ ഓഡീഷനൊക്കെ തീർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി കോമണേഴ്സിന് എടുക്കലാണ് ബിഗ് ബോസ് സീസൺ 6 ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ കോമണേഴ്സിന് എടുക്കണമെങ്കിൽ എന്തൊക്കെയായാലും കോമണേഴ്സ് പ്രൊമോ വന്നം, എങ്ങനെയാണ് ആ കോമണേഴ്സ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും ഒരു ഇമെയിൽ ID പ്രൊമോയിൽ വന്നിട്ട് ആ ഒരു ഇമെയിൽ IDയിലേക്ക് ബിഗ് ബോസിൽ നമ്മൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോകുന്നത്, ബിഗ് ബോസിലേക്ക് പോകാനായിട്ടുള്ള നമ്മളുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആക്കി ആ ഒരു ഇമെയിലിലേക്ക് സെൻഡ് ചെയ്യുക. അതിൽ നിന്ന് സെലക്ട് ചെയ്തവരെ ബിഗ് ബോസ് ഓഡിഷന് വിളിക്കും. അങ്ങനെ ആയിരിക്കും മിക്കവാറും കോമണേഴ്സ് പ്രൊമോ വരുന്നത്. പക്ഷേ ഇത് വന്നാലല്ലേ നമുക്ക് ആ ഒരു ഇമെയിൽ IDയിലേക്ക് ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാടധികം പേര് കോമണേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ലോഗോയും പ്രൊമോയൊക്കെ എപ്പോൾ വരും? ആദ്യം കോമണേഴ്സ് പ്രൊമോ വരാനായിട്ടാണ് ചാൻസ് കൂടുതൽ. കാരണം ഇത്രയും വലിയൊരു പ്രൊസീജിയേഴ്സ് അതിൻ്റെ ബാക്കിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം കോമണേഴ്സ് പ്രൊമോ വരാനായിട്ടാണ് ചാൻസ്. എന്നാലും ഇത് വരണ്ടേ? അപ്പോൾ ബിഗ് ബോസ് സീസൺ 5 അതോടൊപ്പം തന്നെ സീസൺ 4 അപേക്ഷിച്ച് ബിഗ് ബോസിൻ്റെ ആ ഒരു ഗ്രാൻഡ് ലോഞ്ചിങ്ങിന് മുന്നേ ഒരു 40-30 ദിവസത്തിന് മുന്നേ തന്നെ ലോഗോയും കോമണേഴ്സ് പ്രൊമോയും എത്താറുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കോമണേഴ്സ് പ്രൊമോയും ലോഗോയും വന്നിട്ടില്ല. പക്ഷേ ജനുവരി 1 വീക്കോ 2 വീക്കോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് കോമണേഴ്സ് പ്രൊമോയും അതിനുശേഷം ലോഗോ ആയിരിക്കുമെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ചിലപ്പോൾ ലോഗോ ആദ്യം വരാം, തൊട്ടടുത്തത് തന്നെ നമ്മുടെ കോമണേഴ്സ് പ്രൊമോയും വരാം. കാരണം കോമണേഴ്സിന് എടുക്കുക എന്നുള്ളത് ചെറിയൊരു പ്രൊസീജിയർ അല്ല, അത്യാവശ്യം വലിയൊരു പ്രൊസീജിയർ തന്നെയാണ്. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ അപേക്ഷിക്കും ഈ ഒരു വീഡിയോ വെച്ചിട്ട് ആ ഒരു ഇമെയിൽ IDയിൽ സെൻഡ് ചെയ്ത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ അത്രയും ക്വാളിറ്റി ഉള്ള ആൾക്കാർ എടുക്കുക എന്നുള്ളത് എന്താണ് ബിഗ് ബോസിന് ഒരു ടാസ്ക് തന്നെ ആയിരിക്കും. അതിന് കുറച്ചധികം സമയവും വേണ്ടി വരും. ഓഡീഷനൊക്കെ ചെയ്ത് ഓരോരുത്തരോ ചെയ്തെടുക്കണ്ടേ. അപ്പോൾ ആദ്യം വരാൻ പോകുന്നത് കോമണേഴ്സ് പ്രൊമോ ആയിരിക്കും മിക്കവാറും. അതിനുശേഷമായിരിക്കും ലോഗോ വരുന്നത്. എന്തായാലും ലോഗോ ഇപ്രാവശ്യം നല്ല അടിപൊളി ഒരു ലോഗോ ഡിസൈനിങ് ആയിരിക്കും എന്നാണ് കേട്ടറിവ്. കാരണം നല്ല രീതിയിൽ സമയമെടുത്താണ് ആ ഒരു ലോഗോ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കിട്ടിയൊരു ന്യൂസ്. അപ്പോൾ എന്തൊക്കെയായാലും ലോഗോ എന്തായാലും സീസൺ 5 ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനിയിപ്പോൾ സീസൺ 6 വരുമ്പോൾ അതിനേക്കാളും ഒരുപടി മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോൾ സീസൺ 4 അടിപൊളി ഒരു ലോഗോ തന്നെയായിരുന്നു നമ്മുടെ സീസൺ 5 അതിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് തീർച്ചയായിട്ടും ബിഗ് ബോസ് ശ്രമിക്കും. കാരണം മറ്റുള്ള ലാംഗ്വേജുകളിലെ ബിഗ് ബോസ് നമ്മുടെ ഹിന്ദി എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗോ ഒക്കെ കാണണം. 17 സീസണുകളൊക്കെ ആയി. ലോഗോ ഏതാണ്ടും ഒന്നും പറയുന്നില്ല, മറ്റേ വെൽഡിങ് മെഷീൻ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചാക്കണ പോലത്തെ ലോഗോ വരെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മോളിവുഡ് സീസണുകൾ നല്ല രീതിയിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. സീസൺ 1 മുതൽ 5 വരെ നല്ല രീതിയിൽ തന്നെ അടിപൊളി ഡിസൈനേഴ്സിനെ കൊണ്ടുവന്ന് അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ബിഗ് ബോസിൻ്റെ ലോഗോ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതിന് സമയം വേണം. പിന്നീടായിരിക്കും ലാലേട്ടൻ്റെ പ്രൊമോ വരുന്നത്. ലാലേട്ടൻ്റെ പ്രൊമോ വന്നതിന് ശേഷം പിന്നീട് കുറച്ച് നാളുകൾ കൂടി ഉണ്ടാവുള്ളൂ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ്റെ ഡേറ്റ് ക്ലാഷ് ആവാനായിട്ട് നല്ല പ്രശ്നമുണ്ട്. കാരണം ഒരുപാടധികം സിനിമകൾ ലാലേട്ടൻ 2024 എന്താണ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ സംവിധായകനാവുന്ന ഒരു ഇയറും കൂടിയാണ് 2024. ബാരോസ് എന്ന സിനിമയുടെ സംവിധായകനായി ലാലേട്ടൻ മാറാൻ പോകുന്ന ഒരു ഇയറും കൂടിയാണ്. അതോടൊപ്പം തന്നെ ഒരുപാടധികം സിനിമകളും ഇറങ്ങാനുമുണ്ട്, ലാലേട്ടൻ അഭിനയിക്കാനുമുണ്ട്. ഇപ്പോൾ നമ്മുടെ എമ്പുരാൻ ഉൾപ്പെടെയുള്ള ഒരുപാടധികം സിനിമകൾ. അപ്പോൾ ലാലേട്ടൻ കുറേ എപ്പിസോഡുകൾ ഓൺലൈനായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞായറാഴ്ചയിലത്തെ ലാലേട്ടൻ ഹോസ്റ്റ് ചെയ്യുന്ന എപ്പിസോഡുകൾ ഓൺലൈനായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാലേട്ടൻ ഒരിക്കലും ബിഗ് ബോസ് എടുത്തു മാറ്റില്ല. കാരണം ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആക്ടറിനെയാണ് ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. അത് അത്രയും ഹൈ പേയ്മെൻറ്റ് കൊടുത്തിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ആ ഒരു ഹോസ്റ്റിനെ എടുക്കുക. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ മാറില്ല. കുറച്ച് എപ്പിസോഡുകൾ ഓൺലൈനായിട്ട് വരേണ്ടി വന്നാലും ലാലേട്ടൻ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യത്തെ ഹോസ്റ്റും. ഒരുപാട് പേര് ലാലേട്ടൻ മാറുന്നു എന്നൊക്കെ പറയുന്ന വീഡിയോസൊക്കെ കണ്ടിരുന്നു. അതൊരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ആക്ടറിനെ മാത്രമേ ഈ ഒരു സ്ഥാനത്തേക്ക്, ഈ ഒരു ഹോസ്റ്റ് എന്ന ആ ഒരു ഇതിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവരുള്ളൂ. അത് എൻഡമോൾ ഷൈൻ കോപ്പറേറ്റീവ് കമ്പനിയുടെയും നമ്മുടെ ബിഗ് ബോസിൻ്റെയും ഏഷ്യാനെറ്റിൻ്റെയൊക്കെ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സെലക്ഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സീസൺ എന്താണ് കുറച്ചും കൂടി നല്ല അഗ്രസീവായിട്ട് കൊണ്ടുവരാനായിട്ട് നല്ല നല്ല കണ്ടസ്റ്റൻസിനെയൊക്കെ
ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവരുടെയൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കുറച്ച് കൺഫേംഡ് ലിസ്റ്റൊക്കെ പോലുള്ള ലിസ്റ്റുകളെല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. വേണമെങ്കിൽ കയറിയിട്ട് കാണാനായിട്ട് ലിങ്ക് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. നല്ല അഗ്രസീവ് സീസൺ ആയിരിക്കും എന്നാണ് ഒരു അറിയിപ്പ്. കാരണം സംവിധായകനെ മാറ്റി, ക്രൂ മെമ്പേഴ്സിനെ മാറ്റി, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു സീസൺ അവർ ഇറക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ലോഗോ ഡിസൈനേഴ്സിനെയൊക്കെ എല്ലാത്തിനെയും പുതിയ പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തുകൊണ്ട് നല്ല നല്ല പരിപാടികൾ ചെയ്യാനായിട്ട് ഈ ഒരു സീസണിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല TRP കുത്തനെ ഉയർത്താനായിട്ടുള്ള എല്ലാ പരിപാടികളും ഈ ഒരു സീസണിൽ ഉണ്ടാകും. കാരണം ബിഗ് ബോസ് സീസൺ 4 അപേക്ഷിച്ചുകൊണ്ട് സീസൺ 5 അത്രയേറെ TRP ഉയർത്താനോ അത്ര ആ ഒരു ഫെയിമിലേക്ക് എത്താനോ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സീസൺ 6 എന്തായാലും അവർ അത്രയും ശ്രദ്ധിച്ച് തന്നെ ഈ ഒരു പരിപാടി ചെയ്യുള്ളൂ എന്നുള്ള കാര്യം അത് ഏകദേശം ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലോഗോ വരും ഈ ഒരു സെക്കൻഡ് വീക്കിൽ, ജനുവരി സെക്കൻഡ് വീക്കിൽ വരും. തൊട്ടടുത്ത ദിവസം തന്നെ കോമണേഴ്സ് പ്രൊമോ വരും, അല്ലെങ്കിൽ ആദ്യം കോമണേഴ്സ് പ്രൊമോ വരും, തൊട്ടടുത്ത ദിവസം ലോഗോയും വരും. എന്തായാലും ഈ മാസത്തിൽ ഈ എല്ലാ പരിപാടികളും കഴിയും. നമ്മുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ലാലേട്ടൻ്റെ പ്രൊമോയും വരും. ഫെബ്രുവരി 28 ആ ഒരു ഞായറാഴ്ച എന്താണെന്ന് വെച്ചാൽ ഫെബ്രുവരി 18, പിന്നെ ഫെബ്രുവരി 28, ഫെബ്രുവരി അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡേറ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു ഞായറാഴ്ച, ഒരു സൺഡേ ബിഗ് ബോസ് ഫെബ്രുവരിയിൽ ഏതെങ്കിലും ഒരു സൺഡേ, അങ്ങനെ പറയാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഫെബ്രുവരിയിൽ ഏതെങ്കിലും ഒരു സൺഡേ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് സംഭവിക്കും. നമ്മുടെ ഫെബ്രുവരിക്ക് അപ്പുറം മാർച്ചിലേക്ക് പോകുമെന്ന് കുറേ പേര് പറഞ്ഞു. കാരണം നമ്മുടെ ചെന്നൈയിലാണ് ഈ പ്രാവശ്യത്തെ സെറ്റിലാണെങ്കിൽ വെള്ളപ്പൊക്കം കയറി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഫ്ലഡ് ചെന്നൈയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഫ്ലഡ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ചെന്നൈ സെറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. മാർച്ചിലേക്കൊന്നും അവർ നീക്കി വെക്കില്ല. ഫെബ്രുവരി തന്നെ ഇതിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് സംഭവിക്കും. നല്ല കണ്ടസ്റ്റൻസിനെയും അത്രയും മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്ത് ഏകദേശം 1000ഓളം പേര് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എന്നാണ് നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസിന് ഉൾപ്പെടെ 24 പേരെ എടുക്കുന്നത്. അതിലുപരി കോമണേഴ്സും ഉണ്ടാകും. ഒരു ഫീമെയിൽ ആൻഡ് മെയിൽ കോമണേഴ്സാണ് ഈ പ്രാവശ്യം ഉണ്ടാവുക. അതൊക്കെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ സെലക്ഷൻ പ്രൊസീജിയേഴ്സിൻ്റെ കീഴിലായിരിക്കും വരുന്നത്. കാരണം അതിനകത്തൊരു ഇമെയിൽ ID കൊടുത്തിട്ട് ആ ഒരു ഇമെയിൽ IDയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് വരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്തിടുക. ആ ഒരു വീഡിയോയിലൂടെയാണ് ഈ ഒരു കോമണേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. പിന്നെ കോമണറായിട്ട് വരുന്ന ആൾക്ക് നല്ല ജീവിതാനുഭവം കൂടി വേണം. കാരണം ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം അതാണ്. കാരണം ഒരുപാടധികം എപ്പിസോഡുകളിൽ ജീവിതാനുഭവങ്ങൾ പറയുന്ന എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റുള്ള സീസണുകളിലൊക്കെ. അപ്പോൾ എന്തൊക്കെയായാലും നല്ല ലൈഫ് നല്ല ഇതുള്ള ആൾക്കാരെ എന്തായാലും ബിഗ് ബോസിലേക്ക് കയറ്റുള്ളൂ. കോമണേഴ്സായിട്ടും, കോമണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് പേര് അപേക്ഷിക്കും. അതിൽ നിന്ന് നിങ്ങൾക്കറിയാമല്ലോ, അത്രയും മൈന്യൂട്ടായിട്ട് സെലക്ട് ചെയ്തിട്ടേ അവർ ബിഗ് ബോസിലേക്ക് കയറ്റി വിടുള്ളൂ. പിന്നീട് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് കോമണേഴ്സിന് മാത്രമല്ല, കയറിപ്പോകുന്ന സെലിബ്രിറ്റി കണ്ടസ്റ്റൻസിനായാലും ഫിലിമിൻ്റെ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്നവരായിരിക്കും, സീരിയൽ, കോമഡി അത്തരത്തിൽ വരുന്ന പിന്നെ യൂട്യൂബേഴ്സ്, എല്ലാവർക്കും അവർ സിഗരറ്റ് വലിക്കുന്നവരാണോ അല്ലെങ്കിൽ വെള്ളം അടിക്കുന്നവരാണോ, അവരൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. സിഗരറ്റ് വലിക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല, എന്നാലും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ അത്രയും ചെക്ക് ചെയ്തിട്ടേ ആ ഒരു ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് കോമണേഴ്സ് പ്രൊമോനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. കോമണേഴ്സ് പ്രൊമോയും ലോഗോയും ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഫെബ്രുവരി സെക്കൻഡ് വീക്കിൽ എന്തായാലും വരും. ലാലേട്ടൻ്റെ പ്രൊമോ നമ്മുടെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലും വരും. ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ലോഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയും ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളൂ. കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിനും മറ്റുള്ള എല്ലാ വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. താങ്ക്